ഹലോ ഗൈസ്, എല്ലാവർക്കും മഹാലക്ഷ്മി പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ ആദ്യം നമ്മുടെ സാഗർ ഉണ്ടെന്ന് നമ്മുടെ മഹാലക്ഷ്മിക്കും നമ്മുടെ കണ്ണനും വിഷുക്കോടി ഉണ്ടെന്ന് കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ മഞ്ജു സാഗർ പോയതിനു ശേഷം പറയുന്നുണ്ട്, ഓ ആദ്യം ഏട്ടത്തിക്ക് വേണ്ടി മാത്രമാണ് അയാൾ സാരിയും കൊണ്ടുവന്നത്, പിന്നെ കണ്ണേട്ടൻ സംശയിച്ചാലോ എന്ന് കരുതി കണ്ണേട്ടനെ കൂടി കൊണ്ടുവന്നതാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്, നിനക്ക് നിന്റെ അമ്മയുടെ സ്വഭാവം തുടങ്ങിയോ? ഈ മാതിരി വർത്താനം പറഞ്ഞാൽ നിനക്ക് തന്നെ ആയിരിക്കും നഷ്ടം, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് മുമ്പിൽ നിന്ന് വെക്കോ എന്ന് പറഞ്ഞിട്ട് അനിയത്തി നമ്മുടെ മഞ്ജുവിനെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ കണ്ണന്റെ അടുത്ത് പറയുന്നുണ്ട്, എല്ലാവരും സാഗറിന്റെ പേരിൽ എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ, നമ്മൾ സാഗറിനെ നമ്മുടെ കുടുംബത്തോട് വല്ലാതെ അടുപ്പിച്ച് നിർത്തുന്നുണ്ടോ കണ്ണേട്ട എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കണ്ണം പറയുന്നുണ്ട്, ഇല്ല ഇല്ല, സാഗർ നല്ലവനാണ്, അവൻ നമ്മളെയൊക്കെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, എന്നിട്ടല്ലേ ഈ വീട്ടിൽ നിന്നും ആരെങ്കിലും നമുക്ക് ഒരു വിഷുക്കോടി തന്നോ? പുറത്തുനിന്നും ആരും തന്നില്ലല്ലോ, ആകെ സാഗർ മാത്രമല്ലേ നമ്മളെ ഓർത്ത് നമുക്ക് വേണ്ടി ഈ വിഷുക്കോടി ഇവിടെ എത്തിച്ചത്, അപ്പൊ അവനെ നമ്മൾ ഒരിക്കലും സംശയിക്കരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കണ്ണം പറയുവാട്ടോ. അപ്പൊ മഹാലക്ഷ്മി, ശരി, എനിക്ക് കണ്ണേട്ടന്റെ വാക്കുകൾ മാത്രം കേട്ടാൽ മതി എന്നൊക്കെ പറയുക. കണ്ണന് ബാക്കി എല്ലാ കാര്യത്തിലും ഭയങ്കര ബുദ്ധിയാട്ടോ, പക്ഷെ ഇവിടെ മാത്രം സാഗറിന്റെ കാര്യത്തിൽ മാത്രം പാളിപ്പോയി അല്ലെ പ്രേക്ഷകരെ. എന്തായാലും അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ മുത്തശ്ശിയും കരുണയും കൂടി വിഷുക്കണി ഒരുക്കുക വീട്ടില്. അപ്പൊ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, എല്ലാ കൊല്ലവും മഹാലക്ഷ്മി അവളുടെ അമ്മയും കൂടിയല്ലേ ഒരുക്കുന്നത്, ഇത്തവണ നമുക്ക് ഒരുക്കാൻ മോളെ, അതിനുള്ള അനുഗ്രഹം നിനക്ക് കിട്ടും, നിനക്ക് നിന്റെ കുഞ്ഞിനും കിട്ടും എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മുടെ കരുണ പറയുക. അപ്പൊ കരുണ പറയുന്നുണ്ട്, എത്ര ഒരുക്കിയിട്ട് എന്തിനാമ, എല്ലാ അനുഗ്രഹവും എല്ലാ സൗഭാഗ്യവും വേണ്ടത് മഹാലക്ഷ്മിക്കല്ലേ, അവളുടെ കയ്യിൽ ആ ഒരു അയ്യപ്പ വിഗ്രഹം ഇരിക്കുന്നിടത്തോളം കാലം ഒന്നും ഉണ്ടാവൂല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, അത് വെറും വിഗ്രഹമല്ല മോളെ, അതിന് ജീവനുണ്ട്, അതല്ല അത് കളഞ്ഞിട്ട് പോലും തിരികെ വന്നത് എന്നൊക്കെ അവിടെ ഭയങ്കര ചർച്ചയാട്ടോ. ഇപ്പഴത്താണെങ്കിലും നമ്മുടെ മഹാലക്ഷ്മി വിഷുക്കണി ഒരുക്കുക, ആ ഒരു പുതിയ കൃഷ്ണ വിഗ്രഹമൊക്കെ വെച്ചിട്ട് ഭയങ്കര ഗ്രാൻഡ് ആയിട്ട് ഒരുക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ മഞ്ജു അമ്മയും കൂടി വരുന്നുണ്ട്. അപ്പൊ അവര് പറയുന്നുണ്ട്, ഞങ്ങളാണല്ലോ എപ്പോഴും ഒരുക്കുന്നത്, പിന്നെ ഇപ്രാവശ്യം നിങ്ങളോട് ആര് പറഞ്ഞു ഒരുക്കാരെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഹാലക്ഷ്മിയുടെ അടുത്ത് ഇവര് തട്ടിക്കയറുന്നുണ്ട്. അപ്പൊ തന്നെ കണ്ണം പറയുന്നുണ്ട്, ഞാനാണ് അവളുടെ അടുത്ത് പറഞ്ഞത്, ഇത് എന്റെ വീടാണ്, അപ്പൊ എന്റെ ഭാര്യയ്ക്കാണ് ഇവിടെ വിഷുക്കണി ഒരുക്കാൻ അവകാശം, ഇനി മുതൽ എല്ലാ നാളും മഹാലക്ഷ്മി തന്നെയായിരിക്കും ഒരുക്കുന്നത്, വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ കൂടാം, അല്ലെങ്കിൽ മാറി നിൽക്കാം എന്ന് നമ്മുടെ കണ്ണൻ തീർത്തും പറയുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ദുർഗാമ്മ, വാടി മഞ്ജു, ഇനി നമുക്ക് എവിടെ നിന്നാലും നാളത്തെ വിഷുവും കൂടെ നമ്മുടെ കുളമാകും എന്ന് പറഞ്ഞ് നമ്മുടെ ദുർഗ മഞ്ജുവിനെ വിളിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, വെറുതെ എന്തിനാ ഈ വഴക്കുണ്ടാക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കണ്ണം പറയുന്നുണ്ട്, താൻ തന്നെ പറയുമ്പോഴൊന്നും പ്രതികരിക്കാത്തത് കൊണ്ട് ഇവിടെ എല്ലാത്തിനും പ്രശ്നം, താൻ തന്നെ രണ്ടെണ്ണം പറയുമ്പോൾ തിരിച്ച് 10 എണ്ണം പറയാൻ താൻ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഹാലക്ഷ്മിയോട് പറയുന്നു കേട്ടോ. അതിനുശേഷം നമ്മുടെ കണ്ണനും മഹാലക്ഷ്മി ഇങ്ങനെ ഒരുക്കുന്നതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കും കേട്ടോ. ലാസ്റ്റ് നമ്മുടെ കണ്ണൻ അത് ഫോണിൽ വീഡിയോ ആയിട്ടൊക്കെ പകർത്തുന്നുണ്ട്, എന്നിട്ട് പറയുന്നുണ്ട്, പിന്നീട് നമുക്കിരുന്ന് കാണാലോ, നല്ല രസമായിരിക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പുറത്താണെങ്കിലും നമ്മുടെ പ്രതാപൻ വീണ്ടും നമ്മുടെ മഹാലക്ഷ്മി മനസ്സിനെ ഉടച്ചു കളയാൻ വേണ്ടി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ കരുണയോടും മുത്തശ്ശിയോടും ആ ഒരു പ്ലാൻ അവിടെ പറഞ്ഞിട്ട്, ആ പ്ലാൻ എന്താണെന്ന് നമ്മളോട് പറയുന്നില്ല കേട്ടോ, പക്ഷെ അത് അവർ തമ്മിൽ ചർച്ച ചെയ്തിട്ട് ഭയങ്കര കരുണയ്ക്ക് ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്താണെന്നുള്ളത് നമുക്ക് എപ്പിസോഡ് കണ്ടാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. മിക്കവാറും ഒരു കുഞ്ഞിനെ കാണിച്ചിട്ട്, ഒരു കുട്ടി കൃഷ്ണനെ കാണിച്ചിട്ട് നമ്മുടെ മഹാലക്ഷ്മിയുടെ ഉള്ളിൽ വീണ്ടും ദുഃഖത്തിന്റെ വിത്തുകൾ ഇടാൻ തന്നെ ആയിരിക്കും ഇവരുടെയൊക്കെ പ്ലാൻ കേട്ടോ. അപ്പൊ അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത്, വെളുപ്പിന് 4 മണിക്ക് ബെല്ലടിക്കും കേട്ടോ. അത് നമ്മുടെ പ്രതാപന്റെയും വാമദേവന്റെയും പ്ലാൻ പ്രകാരം ആരൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്, അതാണ് ആ ബെല്ലടി കേട്ടത്. ഇപ്പൊ തന്നെ നമ്മുടെ മഹാലക്ഷ്മി പെട്ടെന്ന് ഇങ്ങനെ ഉണരുന്നുണ്ടെങ്കിലും കണ്ണ് തുറക്കുന്നില്ല. നമ്മുടെ മഹാലക്ഷ്മി താലി എടുത്തിട്ട്, ആ താലി കണ്ണൻ കെട്ടിയ താലി ആയിരിക്കും കേട്ടോ ആദ്യം തന്നെ കണി കാണുന്നത്. പിന്നീട് നമ്മുടെ മഹാലക്ഷ്മി കണ്ണന്റെ ഇങ്ങനെ കണ്ണ് പൊത്തിയിട്ട് പറയുന്നുണ്ട്, കണ്ണേട്ടാ കണ്ണ് തുറക്കല്ലേട്ടോ, ഞാനിപ്പോ വരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മഹാലക്ഷ്മി ആ ഒരു താലി കണിയേണ്ടതിന് ശേഷം നമ്മുടെ കണ്ണേട്ടനെയൊക്കെ പിടിച്ച് കസേരയിലേക്ക് എത്തി ആ ഒരു കണി കൊണ്ടേ കാണിക്കുന്ന ഒരു അടിപൊളി ദൃശ്യങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇവര് കണിയൊക്കെ കണ്ടു കഴിഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ മഞ്ജുവും ദുർഗയും വരുന്നുണ്ട്. അപ്പൊ ദുർഗ നമ്മുടെ മഞ്ജുവിന്റെ കണ്ണൊക്കെ പൊത്തിയാട്ടോ വരുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ മഞ്ജുവും കണി കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ ദുർഗാമ്മ പറയുന്നുണ്ട്, ആരാ ബെല്ലടിച്ചേ? ഓ, ബെല്ലടി കേട്ടിട്ട് ഞാൻ കണ്ണു തുറന്നപ്പോൾ കറങ്ങുന്ന ഫാനാ ഞാൻ കണിയണ്ടേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ദുർഗയുടെ ആ ഒരു വർഷം പോക്കായി നടത്താം അല്ലെ പ്രേക്ഷകരെ. അതിനുശേഷം നമ്മുടെ കണ്ണൻ നമ്മുടെ മഹാലക്ഷ്മിയോട് പറഞ്ഞിട്ട്, ആരാ പുറത്തുനിന്ന് നോക്ക് മഹാലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് മഹാലക്ഷ്മി പുറത്തു പോയി നോക്കുമ്പോൾ ഒരു കൃഷ്ണ വിഗ്രഹം അവിടെ ഇരിക്കുക, കൂടെ ഒരു കുട്ടി കൃഷ്ണനും, ശരിക്കും ഒരു കുട്ടി കൃഷ്ണനോട്ടോ. അപ്പൊ ആ ഒരു കുട്ടി നമ്മുടെ മഹാലക്ഷ്മി നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. ഇതായിരുന്നു നമ്മുടെ പ്രതാപന്റെയും വാമദേവന്റെയും പ്ലാൻ കേട്ടോ. ആ ഒരു കൊച്ചിനെ കാണിച്ചിട്ട് നമ്മുടെ മഹാലക്ഷ്മിയുടെ മനസ്സിൽ വീണ്ടും ദുഃഖം ജനിപ്പിക്കുക, അതായിരുന്നു അവരുടെ ഉദ്ദേശം. തനിക്കൊരു കുഞ്ഞിനെ ഇതേപോലെ നേരിട്ട് തന്റെ ഒരു സ്വന്തം കുഞ്ഞിനെ ഇതേപോലെ കാണാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ടുള്ള ഒരു സങ്കടം നമ്മുടെ മഹാലക്ഷ്മിയുടെ ഉള്ളിൽ വരുത്തുക, അതായിരുന്നു ഇവരുടെ ലക്ഷ്യം. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി ഈ ഒരു കുട്ടികൃഷ്ണനെ കണ്ടിട്ട് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ കൂടി നിൽക്കുന്ന ഒരു നിമിഷങ്ങളാട്ടോ നമുക്ക് ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത്. ഇനി വരുന്ന എപ്പിസോഡിലായിരിക്കും അതിനെപ്പറ്റി നമ്മുടെ ദുർഗാമ്മയും മഞ്ജുവും കുത്തുവാക്ക് പറയും, നമ്മുടെ കണ്ണൻ സങ്കടം പറയും, മഹാലക്ഷ്മി വിചാരിക്കും, അയ്യോ എനിക്കും ഇതേപോലെ ഒരു കുഞ്ഞിനെ കിട്ടില്ലല്ലോ എന്ന് മഹാലക്ഷ്മി പറയും.
അങ്ങനത്തെ ഒരു രംഗങ്ങളായിരിക്കട്ടെ കൂട്ടുകാരി ഇനി നമ്മുടെ വരുന്ന എപ്പിസോഡിൽ വരാൻ പോകുന്നത്. അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.